ആയുർവേദത്തെക്കുറിച്ച് ഇന്നലെ നടന്ന തമ്മിൽ തല്ലിൽ എസൻസിന്റെ ഭാഗത്ത് ഒരു പ്രതീതി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ശാസ്ത്രപ്രകാരം തന്നെ പെർഫോമൻസ് ചെയ്തില്ല? ഈ ടി വി ചാനലുകളിൽ നടക്കുന്ന ചർച്ചകൾ പൊതുവിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട്. നമ്മൾക്ക് എനിക്കെന്തായാലും താല്പര്യമില്ല. ഒന്നാമത്തെ കാരണം അവിടെ നിങ്ങളീ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത് അവതാരകൻ, ചാനൽ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കേരളത്തിലെ ശാസ്ത്രം അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള അപ്രോച്ചുള്ള ഒരു ചാനൽ ഉണ്ടതായിട്ട് എനിക്കറിയില്ല. അവിടെ നടക്കുന്ന ചർച്ചകളെല്ലാം കൂടെ അവസാനം കൊണ്ടുപോയിട്ട് ആദ്യം ശരിയാണ്, ഇത് ശരിയാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, പറയൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കോക്കറികൾ കാണിക്കുന്ന അവതാരകരെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അതായത് ഓരോ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നടക്കുന്ന ചർച്ചയുടെ അവസാനവും ജനങ്ങൾ ഒന്നുകിൽ കൺഫ്യൂസ്ഡ് ആവുന്നു, അതായത് ഒരുമാതിരി വെളിച്ചമുള്ള ഒരു കൺഫ്യൂസ്ഡ് ആവുന്നു. ഇനി അന്ധവിശ്വാസികളാണെങ്കിൽ അവർ വളരെ ശക്തമായ ആത്മവിശ്വാസത്തോടെ പോകുന്നു. ബഹളം, പരസ്പരം എന്താ പറയുക, ഇത് ഈ ആയുർവേദമായാലും എന്ത് സംഗതിയായാലും ഇത് ചിന്താപരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഈ വൈകാരികമായിട്ട് ചെയ്യേണ്ടതെന്നല്ല. ഈ ടി വി ഷോകളിലെല്ലാം തന്നെ വൈകാരികതയാണ്. അതെല്ലാം ഡയലോഗ്, സിനിമയിൽ ജയൻ അങ്ങാടിയിലൊക്കെ പറയുന്നോണം ഡയലോഗുകൾ പറയുക, തിരിച്ചു പറയുക. ഐ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. പിന്നെ നിങ്ങൾ പറയുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് സംസാരിക്കും, അത് 2 മിനിറ്റ് കാണിക്കും. 2 മിനിറ്റ് കാണിച്ചിട്ട് നിങ്ങൾ പിന്നെ ഈ എന്താണ് പറയുന്നത്, കൈ നിറയെ ചരട് കുറി ചാമ്പലുമായിരിക്കുന്നവനായിരിക്കും ക്യാമറാമാൻ നോക്കുന്നത്. അവനെ സംബന്ധിച്ച് വിഷയമേ ഒരു വിഷയമല്ല. അവൻ ആളുകൾ നെടുവീർപ്പിടുമ്പോൾ നെടുവീർപ്പെടുത്ത് കാണിക്കും, ശ്വാസം വിടുമ്പോൾ ശ്വാസം എടുത്ത് കാണിക്കും, ഫോട്ടോ വിടുമ്പോൾ അതെടുത്ത് കാണിക്കും. എന്ന് പറഞ്ഞാൽ ഈ തീ പാറുന്ന സംവാദത്തിൻ്റെ ഓരോ രംഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. സബ്ജക്റ്റോ അതിൻ്റെ ഗതിയോ ഒന്നും ഒരു പ്രശ്നമല്ല. മൊത്തത്തിൽ ട്രാഷാണ് ഇത്തരം പരിപാടികൾ. പിന്നെ അതിനെ പോവുക എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പോകുന്നതിന് ഞാൻ എപ്പോഴും പിന്തുണക്കാറുണ്ട്. ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. അല്ല, അപ്പം ഇപ്പം എന്നോടാണ് ചോദിച്ചതെങ്കിൽ ഐ ആം നോട്ട് കീൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് വണ്ടി കയറി അവിടെ ഈ പറയുന്ന ചാനൽ ഫ്ലോറിൽ പോയിരുന്നു. ഈ പറയുന്ന അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നാ ചോദിച്ചാൽ അതുകൊണ്ട് മാറി നിൽക്കുകയാണോ വേണ്ടത് എന്നായിരിക്കും നിങ്ങൾ അടുത്ത് ചോദിക്കുന്നത്. മാറി നിൽക്കാതിരുന്ന ഒരു പ്രശ്നം. പലരും ചെന്ന് ഓരോന്ന് പറഞ്ഞിട്ട് അതിനെ വേറൊരാൾ വേറെ എന്തെങ്കിലും പറയും, എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കും. ഇവനൊരു റാഷണലായിട്ട് ഒരു റാഷണലിസ്റ്റാണ്, ഇവർ അഭിപ്രായം പറഞ്ഞു, എന്നിട്ടാണ് അവതാരകനും ഇവരെല്ലാവരും കൂടെ ചിരിച്ച് പരിഹസിച്ചിരുത്തുന്നു. അവൻ പറഞ്ഞു തെറ്റായിരിക്കും. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ദുരനുഭവങ്ങൾ പലർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ആരും പോകരുതെന്നോ ആരും ചെയ്യരുതെന്നോ ഞാൻ പറയില്ല, ആർക്കും എതിരായിട്ട് കേൾക്കില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇത് ബേസിക്കലി പ്രത്യേകിച്ച് ഒന്നാമത് ഇത് നടത്തുന്ന ആളുകളുടെ ഈ റാഷണാലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ ഒരു ഇൻറ്റൻറ്റ് അവർക്കില്ല. അവർക്കാകെ നമുക്ക് പതപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇത് ഞാൻ കണ്ടുവന്നില്ല. ഞാൻ ഈ ചാനലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് തന്നെ കണ്ടില്ല. പിന്നെ ആരെങ്കിലും എസൻസിൻ്റെ ഒക്കെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോകാറുണ്ട്, പോകുന്നില്ല എന്നില്ല, അത്രേ ഉള്ളൂ.